മുറപ്പെണ്ണിനെ അല്ലെങ്കിൽ മുറച്ചെക്കിനെ വിവാഹം കഴിക്കുക എന്ന സംസ്കാരം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർവ്വസാധാരണമാണ്. കേരളത്തിൽ മരുമക്കത്തായം ശക്തമായിരുന്ന കാലത്ത് മുറപ്പെണ്ണ് ജനിക്കുമ്പോൾ തന്നെ അവളെ പുത്രവധുവായി അമ്മാവൻ പരിഗണിച്ച് കൂടെ താമസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അതത്ര സാധാരണമല്ലെങ്കിൽ കൂടിയും നടക്കാറുള്ളതാണ്. തമിഴ്നാട്ടിലെ മുറൈമാമനെ കല്യാണം കഴിക്കലും ഇതുപോലെ തന്നെ. സഹോദരിയുടെ മകളെ ഭാര്യയാക്കുന്ന വ്യവസ്ഥിതി ഇപ്പോൾ അത്ര കേട്ടുകേൾവിയില്ലെങ്കിലും അത് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ പതിവായിരുന്നു. ഇതെല്ലാം കുടുംബസ്വത്ത് കാത്തു സൂക്ഷിക്കാനായിരുന്നെന്നും പറയപ്പെടാറുണ്ട്. ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള ബന്ധുവിവാഹങ്ങൾ നിരോധിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് സ്വീഡൻ സർക്കാർ. യുവജനങ്ങളെ, പ്രത്യേകിച്ച് യുവതികളെ ഓണർ ഓപ്പറേഷൻ എന്നറിയപ്പെടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായാണ് ഈ നിയമം. സ്വീഡനിൽ കസിൻ വിവാഹങ്ങൾ ഇതുവരെ നിയമപരമായിരുന്നു. കുടിയേറ്റത്തിന്റെ വർധനയോടെ ഈ പരമ്പരാഗത രീതി കൂടുതൽ സാധാരണമായി. നൂറ്റാണ്ടുകൾക്ക് മുൻപേ സ്വീഡനിൽ കസിൻ വിവാഹങ്ങൾ അനുവദനീയമായിരുന്നു. എന്നാൽ 2023 സെപ്റ്റംബറിൽ സർക്കാർ ഒരു അന്വേഷണം ആരംഭിച്ചു. 2024 ഒക്ടോബറിൽ റിപ്പോർട്ട് സമർപ്പിച്ച പ്രത്യേക കമ്മീഷൻ ഫസ്റ്റ് കസിൻസ് തമ്മിലുള്ള വിവാഹങ്ങൾ പൂർണ്ണമായും നിരോധിക്കാൻ ശുപാർശ ചെയ്തു. നിരോധനം 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല കാരണങ്ങളും പുതിയ നിയമത്തിന് പിന്നിലുണ്ട്. കസിൻ വിവാഹങ്ങൾ പലപ്പോഴും ക്രമീകരിക്കപ്പെട്ടതാണ്. സ്ത്രീകളെ കുടുംബ സമ്മർദ്ദത്തിനും നിർബന്ധിത വിവാഹങ്ങൾക്കും ഇരയാക്കുന്നു. കസിൻ വിവാഹങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജനിതക രോഗങ്ങൾ പകരാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതും നിരോധനത്തിന് കാരണമാണ്. പഠനങ്ങൾ പ്രകാരം ഫസ്റ്റ് കസിന്റെ കുട്ടിയുടെ മരണനിരക്ക് ഉയർന്നതാണ്. ജനിതക വൈകല്യങ്ങൾ 3 മടങ്ങ് കൂടുതലുമാണ്. കസിൻ വിവാഹങ്ങൾ ക്ലാൻ ഘടനകളെ ശക്തിപ്പെടുത്തും. ഇത് സംഘടിത കുറ്റകൃത്യങ്ങൾ, നെപ്പോട്ടിസം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെ കസിൻ വിവാഹങ്ങൾ നിരോധിച്ച പല രാജ്യങ്ങളുമുണ്ട്. നെതർലാൻഡ്, UK എന്നീ രാജ്യങ്ങളും നിരോധനത്തിന്റെ പാതയിലാണ്. ഇത്തരത്തിൽ ബന്ധുവിവാഹ നിരോധന നിയമം ഇന്ത്യയിലേക്കും ഭാവിയിൽ വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിരോധനം ദീർഘകാലാടിസ്ഥാനത്തിൽ സമൂഹത്തിന് ഗുണകരമാകുമെന്നാണ് വിശ്വാസം.